ഹലോ, ഇന്നൊരു ഫുൾ ഡേ ട്രാവൽ വ്ലോഗ് ചെയ്താലോ എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഒന്ന് ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന ദിവസേനു. അങ്ങനെ ഹോസ്റ്റലും വെക്കേറ്റ് ചെയ്ത് കിട്ടിയ ബസ്സിന് ചാടി കയറി പുരയ്ക്ക് പോരുമ്പോൾ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വ്ലോഗ് എടുക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആണല്ലോ ആലോചിച്ചിട്ട്. പക്ഷേ എൻ്റെ എല്ലാ പ്ലാനിങ്ങുകളും അടപടലം പാളിച്ചും കൊണ്ട് ട്രെയിൻ എടുക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നെയാണ് എൻ്റെ ബസ് അവിടെ എത്തിപ്പെട്ടത്. പോരാത്തതിന് ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ബാഗും പിടിച്ചിട്ടുള്ള ഒരു മാരത്തോണായിരുന്നു. മാരത്തോണും കഴിഞ്ഞ് ടിക്കറ്റ് കൺട്രോൾ എത്തിയപ്പോഴായിരുന്നു ശരിക്കും പണിയിട്ടിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. സമയത്തിന് പണിയെടുക്കാത്ത ജീപ്പേനെയും കൊണ്ട് വലിങ്ങിക്കുമ്പോഴായിരുന്നു ബാക്കിൽ നിന്ന കണ്ണുകാരി താത്തനോട് ഹെൽപ്പ് ചോദിച്ചു. താത്തയാണെങ്കിൽ ഒരു മടിയില്ലാണ്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരികയും ചെയ്തു. പിന്നെ അവിടെ നടന്ന സംഭവം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എന്താ വെച്ചാൽ ഓർക്ക് ആ പൈസ തിരിച്ച് വേണ്ടാന്ന് പറഞ്ഞവര്. പിന്നെ ഞാൻ എൻ്റെ സമാധാനത്തിന് ഓരുടെ ഫോണിൽ എൻ്റെ നമ്പറും ഡയൽ ചെയ്ത് കൊടുത്തിട്ട് മാരത്തോൺ തുടർന്നു. അങ്ങനെ ആ പൊല്ലാപ്പുകളൊക്കെ തീർത്തിട്ട് കറക്റ്റ് ട്രെയിൻ എടുക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുന്നേ ഞാൻ ട്രെയിൻ കയറി കൂടി. പക്ഷേ യാത്രയിൽ ഉടനീളം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആരാന്ന് പോലും അറിയാത്ത എന്നോട് ആ താത്ത കാണിച്ച സ്നേഹത്തിനെ കുറിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ കരുതലും സ്നേഹമൊക്കെ എന്നെക്കാളും അർഹതപ്പെടുന്ന ആൾക്കാർ ചുറ്റും ഉണ്ടല്ലോ എന്ന്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ആ ടിക്കറ്റിന്റെ പൈസയും കുറച്ച് ചില്ലറ പൈസയും ചേർത്തിട്ട് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ